الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله ورسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الإخوان والأخوات، أوصيكم إياي أولا بنفسي بتقوى الله. وقد قال الله تعالى في القرآن العزيز: أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. وقال الله أيضا: بسم الله الرحمن الرحيم. نساؤكم حرث لكم فأتوا حرثكم أنى شئتم وقدموا لأنفسكم واتقوا الله واعلموا أنكم ملاقوه وبشر المؤمنين. സ്നേഹാദരവുകൾ നിറഞ്ഞ സഹോദരങ്ങളെ, വിശ്വാസിനികൾ, സർവ്വലോകരക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തരുടെയും ജീവിതത്തെ എപ്രകാരം അല്ലാഹുവിനെ സമർപ്പിച്ചുകൊണ്ട് യഥാർത്ഥ മുത്തക്കികളായി ജീവിക്കുവാൻ, ജീവിതത്തിലുടനീളം ആ തഖ്വാബോധം നിലനിർത്തിക്കൊണ്ട് മരണമാകുന്ന യാഥാർത്ഥ്യത്തെക്കുറിച്ചുള്ള ഓർമ്മയോടുകൂടി ഏതൊരു സന്ദർഭത്തിലാണ് നമ്മൾ ഓരോരുത്തരും ആ വിളിക്ക് ഉത്തരം ചെയ്തുകൊണ്ട് അല്ലാഹുവിൻ്റെ അരികിലേക്ക് തിരിച്ചു പോകുന്നത്, അതൊരു യഥാർത്ഥ മുസൽമാന്റെ മരണമാക്കി തീർക്കുവാനുള്ള പരിശ്രമമായിരിക്കണം എപ്പോഴും നാം ഓരോരുത്തരും കൈക്കൊള്ളേണ്ടതെന്ന് ആദ്യമായി സ്വന്തത്തെയും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരെയും വസിയ്യത്ത് ചെയ്യുകയാണ്, ശക്തിയായ ഭാഷയിൽ ഉപദേശിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ ഏതാനും ആഴ്ചകൾ നമുക്ക് പഠനവിധേയമാക്കേണ്ട ഒരു വിഷയത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചതാണ്. നാം എല്ലാവരും പിറന്നു വീണതും പിന്നീട് നമ്മൾ വളർന്ന് പന്തലിച്ചതും പിന്നീട് നമ്മളായിട്ട് പരിപാലിക്കുന്നതുമായ കുടുംബവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇസ്ലാമികമായ ഗൗരവതരമായ ചില സൂചനകളിലേക്കാണ് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ അറിയാൻ വേണ്ടി ശ്രമിച്ചത്, അല്ലെങ്കിൽ നമ്മൾ അറിയാൻ വേണ്ടി മുന്നോട്ട് വന്നത്. ആദ്യത്തെ ഖുതുബയിൽ അതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ്. അതിനേക്കാൾ ഉപരി കേരളക്കരയിലും ഒപ്പം ലോകത്തിൻ്റെ മറ്റിതര ഭാഗങ്ങളിലും മാനവിക സമൂഹത്തിന് അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള ദുരന്തങ്ങളും ഇസ്ലാമിക സമൂഹത്തിലെ വ്യക്തികൾ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളതായ പ്രയാസകരമായ അവസ്ഥകളും ഒക്കെയുണ്ട്. അതെൻ്റെ ഓർമ്മയിൽ ഇല്ലാഞ്ഞിട്ടല്ല. എങ്കിലും ഒരു വിഷയം നമ്മൾ പഠിക്കാൻ
നമ്മളൊന്ന് അറിയാൻ ശ്രമിക്കുമ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ വേണമല്ലോ എന്നാലോചിച്ചിട്ടാണ് ഞാൻ ഒന്നാമത്തെ ഖുത്ബയിൽ അതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറയുന്നത്. കഴിഞ്ഞ ആഴ്ചയുടെ രണ്ടാമത്തെ ഖുത്ബയിൽ നമ്മൾ സ്ഥിരമായി കേട്ടുവരുന്ന പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുപരിചിതമായ എല്ലാ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലും നമുക്ക് വായിക്കാൻ കഴിയുന്ന വളരെ ഗൗരവം നിറഞ്ഞ ഒരു താക്കീതോടു കൂടിയാണ് നമ്മളത് അവസാനിപ്പിച്ചത്. തുൻകഹുൽ മർഅതു ലിഅർബഇൻ ലിമാലിഹാ വജമാലിഹാ വലിനസബിഹാ വലിദീനിഹാ ഫളഫർ ബിദാത്തിദ്ദീൻ തരിബത്ത് യദാക്. പ്രവാചക തിരുമേനി പറഞ്ഞു, സമൂഹത്തിൽ 4 ആവശ്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ 4 ഘടകങ്ങളെ മുൻനിർത്തിക്കൊണ്ട് വിവാഹം എന്ന് പറയുന്ന നിക്കാഹ് കർമ്മം നിർവഹിക്കപ്പെടാറുണ്ട്. 1 അവളുടെ സ്വത്തിന് വേണ്ടിയാണ്, 2 അവളുടെ സൗന്ദര്യവുമായി ബന്ധപ്പെട്ടാണ്, 3 അവളുടെ തറവാടുമായി ബന്ധപ്പെട്ടതാണ്, 4 അവളുടെ മതനിഷ്ഠയുമായി ബന്ധപ്പെട്ടതാണ്. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, ഫളഫർ ബിദാത്തിദ്ദീൻ, ദീൻ ഉള്ളവൾ ആരാണോ, ദീനിയായ നിഷ്ഠയുള്ളവൾ ആരാണോ അവളെ തെരഞ്ഞെടുത്ത് നീ വിജയം നേടുക. തരിബത്ത് യദാക്, നിനക്ക് അല്പമൊക്കെ കൈകളിൽ മണ്ണ് പുരണ്ടുന്ന അല്ലെങ്കിൽ മണ്ണ് പുരളുന്ന ഒരവസ്ഥ വന്നാലും ശരി എന്ന ഒരു പ്രയോഗത്തോടു കൂടിയാണ് പ്രവാചകൻ ആ വചനം അവസാനിപ്പിച്ചത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2 ചരിത്രങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, ലോകം നിലനിൽക്കുന്നിടത്തോളം കാലം എന്നും സ്മരിക്കപ്പെടുന്ന ഇസ്ലാമിക ലോകത്തെ മഹാചരിതത്തിന്റെ വലിയ ചരിത്രം രചിച്ചു പോയ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു വിവാഹാലോചനയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചരിത്രമാണ്. മറ്റൊന്ന്, താബിഈനെ കണ്ടു വളർന്ന, സഹാബാക്കളെ കണ്ടു വളർന്ന താബിആയ സഈദ് ഇബ്നുൽ മുസയ്യിബ് റഹിമഹുല്ലാഹ് തന്റെ മകൾക്ക് വേണ്ടി കണ്ടെത്തിയ വരനെ തെരഞ്ഞെടുത്ത ഒരു ചരിത്രമാണ്. ഇസ്ലാമികമായ മൂല്യങ്ങളെ മുറുകെ പിടിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ 2 ചരിത്രം തന്നെ ഈ വിഷയത്തിൽ ഏറെ മതിയായതാണ്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം, അദ്ദേഹത്തിന്റെ പതിവ് പ്രജകളുടെ ക്ഷേമാന്വേഷണത്തിന്റെ ഭാഗമായി നടത്തുന്ന രാത്രി പ്രയാണ യാത്രയിൽ ഒരു വീടിന്റെ ഉമ്മറത്ത് അല്ലെങ്കിൽ ഒരു വീടിന്റെ ഉള്ളറയിൽ നിന്ന് കേൾക്കുന്ന സംസാരമാണ്. നമുക്കറിയാം, ഉമ്മ മകളെ വിളിച്ചുകൊണ്ട് പറയുന്നതാണ്, കോബി മോളെ നീ എഴുന്നേൽക്ക്, എന്നിട്ട് ഈ പാലിൽ നീ വെള്ളം ചേർക്ക് എന്ന് പറയുന്നതാണ് ആ ചരിത്രം. അപ്പൊ ഉമ്മ മകളോട് പറയുന്നത്, അല്ലയോ ഉമ്മ, ഖലീഫയുടെ വിളിച്ചു പറയുന്നവൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ടല്ലോ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന്, മായം ചേർക്കാൻ പാടില്ല എന്ന്, അതുകൊണ്ട് അത് ചെയ്യരുതല്ലോ എന്നാണ് മകളുടെ വർത്തമാനം. സ്വാഭാവികമായി ഉമ്മ മകളോട് പറയുന്നത്, അതിന് ഈ സമയത്ത് ഇവിടെ ഏത് ഖലീഫയുടെ വിളിച്ചു പറയുന്നവൻ, നമുക്ക് ജീവിക്കണമെങ്കിൽ, നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ, ആവശ്യങ്ങൾ നിവർത്തിക്കണമെങ്കിൽ നമുക്ക് കിട്ടുന്ന ഈ പാല് വിറ്റിട്ട് നമുക്ക് സാധിക്കില്ലല്ലോ. അതുകൊണ്ട് അനിവാര്യമായും നമ്മൾ അതിൽ ഒരു കൂട്ടിച്ചേർക്കലുണ്ടായാൽ മാത്രമേ നമ്മുടെ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയുള്ളൂ എന്ന ഉമ്മയുടെ 2ാമത്തെ താക്കീതിന് മകൾ കൊടുക്കുന്ന മറുപടിയാണ് വേഷപ്രച്ഛന്നനായി നടന്നു പോകുന്ന ഖലീഫയുടെ ചെവിയിൽ വന്ന് പതിയുന്നത്. മകള് പറഞ്ഞു, ഖലീഫയും ഖലീഫയുടെ വിളിച്ചു പറയുന്ന ആളുമില്ലായിരിക്കാം, പക്ഷെ എല്ലാം കാണുന്ന, എല്ലാം കേൾക്കുന്ന സർവാധിനാഥനായ റബ്ബുണ്ടല്ലോ എന്നായിരുന്നു മകളുടെ മറുപടി ഉമ്മയോട്. അതുകൊണ്ട് എനിക്കത് കഴിയില്ല,
നിങ്ങളെ എനിക്ക് അനുസരിക്കാൻ കഴിയില്ല എന്നാണ് ആ കുട്ടി പറഞ്ഞ മറുപടിയായിട്ട് ചരിത്രത്തിലെ ഗ്രന്ഥങ്ങളിൽ പറയുന്നത്. ഈ വിഷയത്തിൽ മാതാവിനെ എനിക്ക് അനുസരിക്കാൻ കഴിയില്ല എന്നായിരുന്നു ആ കുട്ടിയുടെ മറുപടി. കൂടെയുള്ള ഭൃത്യനോട് വീട് അടയാളം വെച്ച് പോരാൻ വേണ്ടി ഖലീഫ പറയുകയും പിറ്റേന്ന് 3 മക്കളെയും വിളിച്ചു. മഹാനായ അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ അബ്ദുറഹ്മാൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, ആസിം ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നു ഖത്താബ് 3 മക്കളെയും അദ്ദേഹം വിളിച്ചു എന്നാണ്. ഒന്നാമതായി തന്റെ മൂത്ത പുത്രൻ അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, അത്രേ, അല്ലാഹുവിനെ ഭയപ്പെടുന്ന ഹല്ലക സൗജ അൻ തഖ്ശല്ലാഹ ലിഇബാദ്, അല്ലാഹുവിനെ ഭയപ്പെടുന്ന ഒരു അടിയാത്തിയെ നിനക്ക് ഇണയായി വേണമോ എന്ന് ചോദിച്ചു എന്നാണ്. അപ്പോ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്കൊരു ഭാര്യ ഉണ്ടല്ലോ ഉപ്പ, എനിക്കൊരു ഇണയുണ്ടല്ലോ. ഇത് തന്നെ അബ്ദുറഹ്മാനും പറഞ്ഞു, എനിക്കുമുണ്ടല്ലോ ഒരു ഇണ. മഹാനായ ആസിം റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ അബത്ത, അല്ലയോ പ്രിയപ്പെട്ട പിതാവേ, എനിക്കൊരു ഇണയില്ലല്ലോ, അതുകൊണ്ട് താങ്കൾ കണ്ടെത്തിയ ആ കുട്ടിയെ എനിക്ക് താങ്കൾ വിവാഹം ചെയ്തു തന്നാലും എനിക്ക് ഇണയാക്കി തന്നാലും എന്ന് പറയുകയാണ്. അങ്ങനെ ആ പെൺകുട്ടിയുടെ വീട്, ഇന്നലെ അടയാളം വെച്ച് പോന്ന ആ പെൺകുട്ടിയുടെ വീട് അന്വേഷിച്ചവർ പോവുകയും മഹാനായ ആസിം റളിയല്ലാഹു അൻഹുവിനെ കൊണ്ട് ആ പെൺകുട്ടിയെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വിവാഹം കഴിപ്പിക്കുകയും ആ ദാമ്പത്യത്തിൽ ഒരു പെൺകുട്ടി ജനിക്കുകയും ആ പെൺകുട്ടിക്ക് വീണ്ടും ഒരു പെൺകുട്ടി ജനിക്കുകയും ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. ഞാൻ ഇത്രയും പറഞ്ഞത്, ആ ചരിത്രത്തിന്റെ അവസാന ഭാഗം പറഞ്ഞത്, 2ാം ഉമർ എന്ന് പറയുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് ശേഷം, ഖുലഫാഉർ റാഷിദുകൾക്ക് ശേഷം, അമവിയ കാലഘട്ടത്തിലെ ഇസ്ലാമികമായ മൂല്യങ്ങളെ തിരിച്ചു പിടിക്കാൻ വേണ്ടി അഹോരാത്രം ആത്മാർത്ഥമായി തന്റെ ഖിലാഫത്ത് കാലത്ത് പ്രവർത്തിച്ച ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എന്ന് പറയുന്ന 2ാമത്തെ ഉമർ ജനിച്ചത് ഈ പരമ്പരയിലാണ് എന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തി വെച്ചു. വിശുദ്ധ ഖുർആൻ പറഞ്ഞത് എത്രയോ കൃത്യമാണ്, അല്ലെ? വൽബലദു ത്വയ്യിബ്, നല്ല ഒരു ഭൂമി, നല്ല ഒരു കൃഷിയിടം. തീർച്ചയായും അങ്ങനെയാണ് എങ്കിൽ യഖ്റുജു നബാതഹു, അതിൽ നിന്ന് തീർച്ചയായും നല്ല വിളവുകൾ ഉണ്ടാകുന്നു. എന്നിട്ട് ഖുർആൻ പറഞ്ഞു ബിഇദ്നി റബ്ബിഹി, അത് പ്രകൃതി നിയമമാണ്. അള്ളാഹുവിന്റെ അനുമതി പ്രകാരം എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിന്റെ ഖളാഉൽ ഖദറുമായി ബന്ധപ്പെട്ടതാണെങ്കിലും, നല്ല ഭൂമിയിൽ നമ്മൾ ഒരു ചെടി നട്ടാൽ നല്ലത് അവിടെ വിളവെടുക്കാൻ കഴിയുമെന്നത് പോലെ മുഫസ്സിറുകളായ ആളുകൾ പറയുന്നു, നല്ല ഭൂമിയിൽ നല്ല സസ്യങ്ങൾ മുളക്കുന്നത് പോലെ നല്ല ഒരു ഉമ്മയുടെ മടിത്തട്ടിൽ ഒരു കുട്ടി വളരാൻ ഇടയായാൽ ആ കുട്ടി ഏറ്റവും നല്ലവനായി തീരും എന്നത് ഈ ആയത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ഓർക്കേണ്ടതും പഠിക്കേണ്ടതുമാണ് എന്ന് മുഫസ്സിറുകൾ രേഖപ്പെടുത്തുന്നു. അപ്പോൾ എന്റെയും നിങ്ങളുടെയും ദാമ്പത്യ ജീവിതത്തിലേക്ക്, അല്ലെങ്കിൽ നമ്മുടെ മക്കളുടെ ദാമ്പത്യ ജീവിതത്തിലേക്ക് നല്ല ഒരു കൃഷിയിടമാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് എങ്കിൽ നല്ല മക്കൾ ആ കൃഷിയിടത്തിൽ വളരുക തന്നെ ചെയ്യും എന്ന് ഈ ആയത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നു. എന്നിട്ട് ഖുർആൻ പറഞ്ഞു, വല്ലദീ ഖബുസ, മോശമാണെങ്കിലോ, തെരഞ്ഞെടുപ്പ് മോശമാണെങ്കിലോ, ഭൂമി മോശമാണെങ്കിലോ, നമ്മൾ വിളവിറക്കുന്ന ഭൂമി അത് മോശമാണെങ്കിലോ, ലാ യഖ്റുജു ഇല്ലാ നകിദ, തീർച്ചയായും വളരെ മോശമായതല്ലാതെ ഒരിക്കലും ആ ഭൂമിയിൽ നിന്ന് പുറത്തേക്ക് വരില്ലല്ലോ എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, കദാലിക നുസദ്ദിഫുൽ ആയാതി ലിഖൗമിൻ യശ്കുറൂൻ, അല്ലാഹുവിന് നന്ദി കാണിക്കുന്നവർക്ക് വേണ്ടി അല്ലാഹു അവന്റെ ഉപമകളെ ഇപ്രകാരമാണ് ഉപമിക്കാറ് എന്ന് പറഞ്ഞിട്ടാണ് ആയത്ത് വിശുദ്ധ ഖുർആൻ അവസാനിപ്പിച്ചത്. 7-ാമത്തെ അധ്യായം സൂറ അറാഫ്, അതിന്റെ 58-ാമത്തെ വചനം.
ഇത് കേവലം ഒരു ഭൂമിയുമായി മാത്രം ബന്ധപ്പെട്ടതല്ല, കേവലം ഒരു കർഷകൻ വിളവിറക്കുന്ന ഏതെങ്കിലും ഒരു കാർഷിക ഭൂമിയുമായി മാത്രം ബന്ധപ്പെട്ടതല്ല, മറിച്ച് പ്രായപൂർത്തിയായ ഒരു പുരുഷൻ തൻ്റെ ഇണയെ തെരഞ്ഞെടുക്കുന്നിടത്ത് ആ ഇണ തൻ്റെ ജീവിതത്തിൽ തനിക്ക് വേണ്ട സന്താനോൽപാദനം നടത്തേണ്ട, വിളവ് നടത്തപ്പെടേണ്ട ഇടമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഏറ്റവും നല്ല ഇണയെ തെരഞ്ഞെടുക്കേണ്ടതിലേക്കുള്ള ഉപമ കൂടിയാണ് വിശുദ്ധ ഖുർആനിന്റെ ഉപമ എന്ന് മുഫസ്സിറുകൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അപ്പോ ഞാൻ വളരെ ഗൗരവത്തോടു കൂടി പറയട്ടെ പ്രിയപ്പെട്ടവരെ, മഹാനായ ഉമർ ഇബ്നുൽ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന സാത്വികനായ, തഖിയായ, സാഹിദായ, വളരെ വലിയ ഒരു ഇസ്ലാമിക ചരിത്രത്തിൽ രണ്ടാമത്തെ ഉമർ എന്നറിയപ്പെടാൻ മാത്രം വളർന്ന ഒരു മകനെ കിട്ടിയത് ഈ പാൽക്കാരി പെൺകുട്ടിയുടെ ഗർഭപാത്രത്തിൽ നിന്നാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതിന്റെ ഒരു മറു ചരിത്രമാണ് മഹാനായ സഈദ് ഇബ്നുൽ മുസയ്യിബ് റഹിമഹുള്ളയുടെ മകളെ അദ്ദേഹം വിവാഹം ചെയ്തു കൊടുക്കുന്ന ഒരു രംഗമുണ്ട്. താബിയാണ് അദ്ദേഹം. ആരാണ് അദ്ദേഹത്തിന്റെ മകൾക്ക് വേണ്ടി വിവാഹാലോചന നടത്തിയത്? അന്നത്തെ ഖലീഫ, അന്നത്തെ ജീവിച്ചിരിക്കുന്ന ഖലീഫ അബ്ദുൽ മലിക് ഇബ്നു മർവാൻ തന്റെ മകന് വേണ്ടി നടത്തിയതാണ്. അബ്ദുൽ മലിക് ഇബ്നു മർവാൻ തന്റെ മകന് വേണ്ടി മഹാനായ പണ്ഡിതൻ സഈദ് ഇബ്നുൽ മുസയ്യിബ് റഹിമഹുള്ളയുടെ മകളെ വിവാഹാലോചന നടത്തുകയാണ്. വലീദ് എന്ന് പറയുന്ന മകന് വേണ്ടി. മഹാനായ ഇമാം അവർകൾ പറയുകയാണ്, എല്ലാ സൗകര്യങ്ങളുമുണ്ട്, കൊട്ടാരമുണ്ട്, സമ്പത്തുണ്ട്, എല്ലാ വിധത്തിലുമുള്ള അധികാരങ്ങളുണ്ട്. പക്ഷേ ഞാൻ എൻ്റെ മകൾക്ക് വേണ്ടി ആ വലീദ് എന്ന് പറയുന്ന സാക്ഷാൽ അമീറുൽ മുഅ്മിനീൻ എന്നറിയപ്പെടുന്ന, അല്ലെങ്കിൽ സാക്ഷാൽ ഖലീഫ എന്നറിയപ്പെടുന്ന അദ്ദേഹത്തിന്റെ മകന് വേണ്ടി എൻ്റെ മകളെ നൽകാൻ എനിക്ക് മനസ്സ് വന്നില്ല. കാരണം അവൾക്ക് പരലോകമുണ്ടാകുമായിരുന്നില്ല. അദ്ദേഹം പറയാം, അല്ല, ഞാൻ അവന് വേണ്ടി, അദ്ദേഹത്തിന് വേണ്ടി എൻ്റെ മകളെ നിക്കാഹ് ചെയ്ത് കൊടുത്താൽ എൻ്റെ മകളുടെ പരലോകം നഷ്ടപ്പെടും. എപ്പോഴെങ്കിലും നമ്മൾ ആലോചിച്ചിട്ടുണ്ടാ? ഇതൊക്കെ ഇസ്ലാമിക ചരിത്രത്തിൽ കടന്നുപോയ കുടുംബജീവിതത്തിന്റെ അസ്ഥിവാരങ്ങൾ എന്നിടത്തുള്ള ചില മാതൃകകളും ചില മാർഗരേഖകളുമാണ്. അദ്ദേഹം പറഞ്ഞു, അതുകൊണ്ട് പിന്നീട് അദ്ദേഹം ഒരു മാസക്കാലമായിട്ട് തന്റെ ദർസിൽ വന്നിരുന്ന ഒരു ശിഷ്യനെ കാണാതായിട്ട് ഒരു മാസക്കാലം കഴിഞ്ഞതിന് ശേഷം ആ ശിഷ്യൻ വരുമ്പോൾ ചോദിക്കുകയായിരുന്നു, എന്തായിരുന്നു നിന്റെ പ്രശ്നം? അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഭാര്യ ചില രോഗങ്ങൾക്ക് വിധേയമായി, ആ രോഗിയായിട്ട് എൻ്റെ ഭാര്യ മരണപ്പെട്ടു പോയി. അതുമായിട്ടുള്ള ചില വ്യാപൃതരായിട്ട് എനിക്ക് വരാൻ പറ്റാതിരുന്നതാണ് പ്രിയപ്പെട്ട ഇമാം, പ്രിയപ്പെട്ട ഉസ്താദ് എന്ന് ശിഷ്യൻ പറയുകയാണ്. മഹാനായ സഈദ് ഇബ്നുൽ മുസയ്യിബ് റഹിമഹുള്ള തന്റെ മകളെ ആ കുടിലിലേക്ക്, സാക്ഷാൽ കുടിലിലേക്ക്, സമ്പത്തില്ല, പ്രശസ്തിയില്ല, അധികാരമില്ല, അങ്ങനെ ഭൗതികമായി നമ്മൾ അളക്കുന്ന അളവുകോലുകളൊന്നുമില്ലാത്ത ആ കുടിലിലേക്ക് സാക്ഷാൽ അമീറുൽ മുഅ്മിനീന്റെ മകന് വേണ്ടി ആലോചന വന്ന തന്റെ പ്രിയപ്പെട്ട മകളെ തന്റെ പ്രിയപ്പെട്ട ശിഷ്യന് വേണ്ടി ആ കുടിലിലേക്ക് കൊണ്ടുപോയി കൊടുക്കുമ്പോൾ ആ ഭൃത്യൻ പറയുന്നുണ്ട്, എന്റെ കുടിലിന്റെ വാതിലിൽ വന്ന് മുട്ടി. ഞാൻ ചോദിച്ചു, മന്നൻഫ, ആരാണ് താങ്കൾ? അദ്ദേഹം പറഞ്ഞു, അന സഈദ്. സഈദ് ഇബ്നുൽ മുസയ്യിബ് എന്ന് പറഞ്ഞില്ല, അന സഈദ്, ഞാൻ സഈദാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ചെന്ന് വാതിൽ തുറന്ന് നോക്കുമ്പോൾ മഹാനായ ഇബ്നുൽ മുസയ്യിബ് ആയിരുന്നു എന്നാണ് ആ ശിഷ്യൻ പറയുന്ന വാക്ക്. സഈദ് എന്ന് സാധാരണ പറയാത്ത ഉസ്താദ് സഈദ് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായില്ല. പക്ഷെ ഞാൻ ആ കഥ തുറന്നു നോക്കുമ്പോൾ ഇബ്നുൽ മുസയ്യിബ്, സഈദ് ഇബ്നുൽ മുസയ്യിബ് ആണ് എന്റെ മുന്നിൽ നിൽക്കുന്നത്. അദ്ദേഹത്തിന്റെ കൂടെ അദ്ദേഹത്തിന്റെ മകളുമുണ്ട്. ആ മകളെ ആ കുടിലിലേക്ക് ഏൽപ്പിച്ച് നിക്കാഹ് ചെയ്ത് അതിന്റെ ഏൽപ്പിച്ചു കൊടുത്തിട്ട് അന്ന് ഞാൻ നോമ്പ് തുറന്ന് രാത്രി ഭക്ഷണത്തെ കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇബ്നുൽ മുസയ്യിബ് അവളുമായി കൊണ്ട് എൻ്റെ കുടിലിലേക്ക് വരുന്നത് എന്ന് മഹാനായ ആ ശിഷ്യൻ കസീർ ഇബ്നു ഉബയ്യ് എന്ന് പറയുന്ന ആ ശിഷ്യൻ രേഖപ്പെടുത്തുന്നുണ്ട്, ഇസ്ലാമിക ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ഒന്ന് സാക്ഷാൽ അമീറുൽ മുഅ്മിനീൻ തന്റെ മകന് വേണ്ടി തെരഞ്ഞെടുത്തതാണ്. മറ്റൊന്ന് അധികാരത്തിലിരിക്കുന്ന അമീറുൽ മുഅ്മിനീൻ തനിക്ക് മരുമകളായി കിട്ടിയാൽ കൊള്ളാമെന്ന് തീരുമാനിച്ച ഒരു മകള് മഹാനായ ഒരു പണ്ഡിതൻ, മഹാനായ ലോകമാദരിക്കുന്ന മഹത്തായ ഒരു മനുഷ്യൻ മാതൃക കാണിച്ചതാണ്. അതിനെ നിരസിച്ചുകൊണ്ട് അദ്ദേഹം
ഭക്തനായ തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന് വേണ്ടി കുടിലിലേക്ക് തൻ്റെ മകളെ ഏൽപ്പിച്ചു കൊടുത്തിട്ട് ആ മകളോട് പറയുന്നൊരു വസിയത്തുണ്ട്, മോളെ സൗകര്യങ്ങളൊക്കെ അല്പം കുറവാണെങ്കിലും നിന്റെ പരലോകം അത് ശോഭനവും ഭാവിയുള്ളതുമായി തീരുമല്ലോ എന്ന് ഈ ഉപ്പാക്ക് പ്രതീക്ഷയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആ മകളെ ഏൽപ്പിച്ചു കൊണ്ടുപോരുന്ന ഒരു കാഴ്ചയുണ്ട്. ഇത് നമ്മൾ ആലോചിച്ച് നോക്കുക. നമ്മളെയൊക്കെ തെരഞ്ഞെടുപ്പ് രംഗത്ത് കുടുംബത്തിന്റെ അസ്ഥിവാരം ഇടുന്നിടത്ത് നമ്മൾ ഈ ഇസ്ലാമികമായ മാതൃകകൾ എത്ര കണ്ട് വിദൂരത്തേക്കായി പോയിരിക്കുന്നു എന്നതുകൊണ്ട് നമ്മൾ അനുഭവിക്കുന്ന ഒരുപാട് പ്രയാസങ്ങളുണ്ട്. ജീവിതം എന്താണ് എന്ന് ഞാൻ പറയേണ്ടതില്ല, അല്ലെ? ജീവിതം എന്താണ് എന്ന് ചോദിച്ചാൽ രാത്രി കിടന്നുറങ്ങിയ നമ്മൾ നേരം വെളുക്കുമ്പോൾ എഴുന്നേൽക്കാനുണ്ടാകുമോ എന്ന് ഉറപ്പില്ലാത്ത ഒരു ജീവിതത്തിന്റെ ഉടമയാണ് നമ്മൾ. എന്നാൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ആ ഉറപ്പ് വേണ്ടതില്ല. കാരണം ഉറപ്പുള്ളൊരു ജീവിതം അപ്പുറമുണ്ട്, അല്ലെ? ഉറപ്പുള്ളൊരു ജീവിതം അപ്പുറമുണ്ട്. അത് ഉറപ്പാക്കിക്കൊണ്ട് ജീവിക്കുന്നവരാണ് വിശ്വാസികൾ. അതുകൊണ്ട് അവർക്ക് ഇനി ഉരുള് പൊട്ടിയാലും ശരി, ഒലിച്ചു പോയാലും ശരി, നിന്നിടത്ത് നിന്ന് കിലോമീറ്ററുകൾക്ക് അപ്പുറത്തേക്ക് തീർച്ചയായും മയ്യത്തുകൾ പോയാലും ശരി, മഹാനായ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രിയപ്പെട്ട മഹദി ആയിഷ റളിയല്ലാഹു തആല അൻഹ ചോദിക്കുന്നുണ്ട്, അല്ലയോ പ്രിയപ്പെട്ട റസൂലേ, എനിക്കൊന്ന് പറഞ്ഞതാ ത്വാഗൂനെ കുറിച്ച്. എല്ലാ ഹദീസ് ഗ്രന്ഥങ്ങളിലുണ്ട്. പ്ലേഗ് പടർന്നു പിടിച്ച ഒരു രോഗം പ്രവാചക തിരുമേനിയുടെ കാലഘട്ടത്തില് അത് കണ്ട ആയിഷ റളിയല്ലാഹു തആല അൻഹ ചോദിക്കുകയാണ്, എനിക്കൊന്ന് പറഞ്ഞതാ, അഖ്ബിർനി അനി ത്വാഗൂൻ, പ്ലേഗ് എന്ന് പറയുന്ന ഈ രോഗത്തെ കുറിച്ച് എനിക്കൊന്ന് പറഞ്ഞതാ എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞത്, തീർച്ചയായും അത് വിശ്വാസികൾക്ക് കാരുണ്യമാണ്, വിശ്വാസികൾക്ക് എല്ലാ പരീക്ഷണവും കാരുണ്യമാണ്. അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, എന്നാൽ ഒരു കാഫിറിനെ സംബന്ധിച്ചിടത്തോളം അത് അല്ലാഹുവിന്റെ ശിക്ഷയാണ്, അല്ലാഹുവിന്റെ ശിക്ഷയാണ്. അപ്പോ ജീവിതത്തിൽ എന്ത് നമ്മൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം പ്രിയപ്പെട്ടവർ ഇസ്ലാമിനെ മുറുകെ പിടിക്കുക എന്നുള്ളതാണ്. ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഇസ്ലാമിന്റെ നിയമങ്ങളെ നമ്മൾ ആത്മാർത്ഥമായും അള്ളാഹു നിശ്ചയിച്ചതുപോലെ കൽപ്പിച്ചതുപോലെ നമ്മൾ സ്വീകരിക്കുക എന്നതാണ്. അവിടെ നമ്മൾ എല്ലാ കോട്ടിമാട്ടലുകളും നടത്തുകയാണ്, അല്ലെ? എല്ലാ വിധത്തിലുമുള്ള നമ്മുടേതായ താല്പര്യങ്ങൾക്കനുസരിച്ച്, നമ്മുടേതായ ആഗ്രഹങ്ങൾക്കനുസരിച്ച്, നമ്മുടെ ഇംഗിതങ്ങൾക്കനുസരിച്ച്, നമ്മുടെ ഇച്ഛകൾക്ക് വേണ്ടി, ഐഹികമായ ജീവിതത്തിന്റെ പേരിനും പെരുമയ്ക്കും വേണ്ടി, അതിന്റെ സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടി ഇസ്ലാമികമായ മൂല്യങ്ങളെ മുഴുവൻ നമ്മൾ കൈയൊഴിച്ചിട്ട് നമ്മൾക്ക് ഒരു പ്രതീക്ഷയ്ക്കും വകയുണ്ടാവില്ലല്ലോ. ഞാൻ ചേർത്ത് പറയുന്നത്, ഒരു കുടുംബം എന്ന് പറയുന്നതിന്റെ അസ്ഥിവാരം ഇടുന്നിടത്ത് നമ്മൾ ഇസ്ലാമികമായ മൂല്യങ്ങളെ ചേർത്ത് പിടിച്ചാൽ ആ കുടുംബത്തോടു കൂടി നമുക്ക് രാത്രിയിൽ ഒലിച്ചു പോയാലും കുഴപ്പമില്ല, കുടുംബത്തോടു കൂടി സ്വർഗത്തിലേക്ക് പോകാം. ഇതൊരു യാഥാർത്ഥ്യമായ കാര്യമാണല്ലോ. നമ്മളോടൊപ്പം നമ്മുടെ മക്കളുണ്ടാകും, നമ്മളോടൊപ്പം നമ്മുടെ ഇണയുണ്ടാകും, നമ്മളോടൊപ്പം നമ്മുടെ മാതാപിതാക്കൾ ഉണ്ടാകും. അങ്ങനെ ഉണ്ടാകണമല്ലോ. അതിന് പറ്റുന്നൊരു അസ്ഥിവാരമാണ് പ്രിയപ്പെട്ടവരെ കുടുംബ ജീവിതത്തിന്റെ ഇണയെ തെരഞ്ഞെടുക്കുന്നിടത്ത് ആണും പെണ്ണും കാണേണ്ടത്. അത് ആത്മാർത്ഥമായി ഞാനും നിങ്ങൾ മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും അതിനനുസൃതമായി നമുക്കുണ്ടാകേണ്ട ആ ക്വാളിറ്റി നമ്മൾ തിരിച്ചു പിടിക്കുകയും ചെയ്യുന്ന ഒരു ഉമ്മത്തായി മാറാൻ, അല്ലെങ്കിൽ അതിന് പ്രതിജ്ഞ എടുക്കുന്നവരായി മാറാൻ നമുക്കെങ്കിലും സാധിക്കണം പ്രിയപ്പെട്ടവരെ. വിശുദ്ധ ഖുർആൻ അതിന്റെ 2-ാമത്തെ അധ്യായം സൂറ അൽ ബഖറയിലെ 223-ാമത്തെ ആയത്തില് പറഞ്ഞ ഒരു പ്രയോഗമാണ് ഞാൻ നിങ്ങളെ ഓതി കേൾപ്പിച്ചത്. അവിടെ ഖുർആൻ കൃത്യമായി പറഞ്ഞു, നിസാഉക്കും, നിങ്ങളുടെ വരുന്ന നിങ്ങളുടെ പെണ്ണുങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എല്ലാമാണ്, എല്ലാ വിഭവങ്ങളെക്കാൾ ഏറ്റവും നല്ല വിഭവം എന്ന് പ്രവാചകൻ പറഞ്ഞത് മർഅത്തുൻ സ്വാലിഹ എന്നാണ്, അല്ലേ? എല്ലാ വിഭവങ്ങളെക്കാളും ഏറ്റവും നല്ല വിഭവം സ്വാലിഹത്തായ ഒരു ഇണയെ കിട്ടുക എന്നതാണ്. ഖുർആൻ പറയുന്നത് നിങ്ങളുടെ പെണ്ണുങ്ങള്, നിങ്ങളെ ഇണകളായി, നിങ്ങളുടെ ജീവിതത്തിലെ പങ്കാളികളായി, നിങ്ങളോടൊപ്പം ജീവിതം പങ്കിടുന്ന നിങ്ങളുടെ സ്ത്രീകൾ എന്ന് പറയുന്നത് ഹർസുല്ലക്കും, അത് നിങ്ങളുടെ ഏറ്റവും വലിയ സമ്പാദ്യമാണ്. ഹർസിന് കൃഷി എന്ന് അർത്ഥമുണ്ട്, കൃഷിയുടെ എന്നർത്ഥമുണ്ട്. ഏതർത്ഥത്തിൽ പറഞ്ഞാലും അത് ഖുർആനിന്റെ ഏറ്റവും വലിയൊരു സാഹിത്യ ഭംഗിയാണ്.
ആർക്കും പരിഹസിക്കാം, പക്ഷെ പരിഹസിച്ചിട്ട് കാര്യമില്ല. കാരണം ലോകത്ത് ഏത് മതസ്ഥരായാലും ശരി, മതമില്ലാത്തവരായാലും ശരി, അവനവന്റെ പെണ്ണുങ്ങളെ കൃഷിയിടമായി കണ്ടിട്ട് തന്നെയാണ് അവനവന്റെ ലൈംഗികമായ അല്ലെങ്കിൽ അവനവന്റെ വികാരത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഖുർആൻ അത് വളരെ കൃത്യമായി പറഞ്ഞു, നിങ്ങളുടെ സ്ത്രീകൾ നിങ്ങളുടെ കൃഷിയിടങ്ങളാണ് എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും വലിയ സമ്പാദ്യമാണ് എന്ന് പറഞ്ഞു. ഹർസിന് ആർത്തുണ്ട്, ഏറ്റവും വലിയ സമ്പാദ്യമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, നമ്മൾ വിവാഹത്തിന് മുമ്പ് എന്തെല്ലാം ഡിമാൻഡുകൾ വെച്ച് നമ്മൾ വിവാഹം ചെയ്തിട്ട് അതൊന്നും തരാൻ കഴിയാതെ നിക്കാഹും കഴിഞ്ഞ് നമ്മൾ 2-3 ദിവസമോ അല്ലെങ്കിൽ ഒരാഴ്ചയോ അല്ലെങ്കിൽ ഒരു മാസമോ കഴിയുമ്പോൾ പറഞ്ഞതൊന്നും തരാത്തതിന്റെ പേരിൽ വാപ്പ മോനോട് അവൾ തന്നില്ലല്ലോ, തരാത്തത് കൊണ്ട് നീ വീട്ടിൽ കൊണ്ടാക്കിയെന്ന് പറഞ്ഞാൽ ചില മക്കൾ പറയും അതൊന്നും നടക്കൂല. എന്താ കാര്യം? അവന് മനസ്സിലായി എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സമ്പാദ്യമാണ് എൻ്റെ ജീവിതത്തിലേക്ക് വന്നിരിക്കുന്ന പെണ്ണ്, അല്ല എൻ്റെ ജീവിതത്തിലേക്ക് വന്നിരിക്കുന്ന പെണ്ണ്. തിരിച്ചുണ്ടാകും. പക്ഷെ ഞാൻ പറഞ്ഞത് തീർച്ചയായും ഖുർആനിന്റെ ആ ഒരു പ്രയോഗം ഉണ്ടല്ലോ, ഹർസുല്ലക്കും, നിങ്ങളുടെ സ്ത്രീകൾ നിങ്ങളുടെ ഏറ്റവും വലിയ സമ്പാദ്യമാണ്. ഫഅതു ഹർസക്കും, നിങ്ങൾക്ക് ആ സമ്പാദ്യത്തിന് എപ്പോൾ വേണമെങ്കിലും ചെല്ലാം, എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് പോകാം. നിങ്ങളുടെ കൃഷിയുടെ സ്ഥലത്തേക്ക് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും പോകാം. വേറെ ഒന്നിനെയും, അതാണ് റളീതു ബില്ലാ അല്ലെങ്കിൽ റളീതു ബിഹാ എന്നല്ലെങ്കിൽ റളീതു ബിഹി എന്നൊക്കെ നമ്മൾ പറയുന്നതാണ്. ഞാൻ ഏറ്റവും സംതൃപ്തമായി എൻ്റെ ജീവിതത്തിലേക്ക് വന്ന ഇണയെ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു, എനിക്ക് അവൾ മതി എന്ന് പറയുന്ന, നമുക്ക് അവർ മതി എന്ന് പറയുന്ന ആ ഒരു മനോഭാവത്തിലേക്ക്, ആ ഒരു തലത്തിലേക്ക് ഓരോരുത്തരെയും ഉയർത്തി വെക്കുകയാണ് ഇസ്ലാം. എന്നിട്ട് ഖുർആൻ പറഞ്ഞു വഖദ്ദിമൂ ലിഅൻഫുസിക്കും. അതെന്തിനാണ് അങ്ങനെ ഒരു സംവിധാനം അല്ലാഹു തആല ഉണ്ടാക്കിയത്? എന്തിനാണ്? നിങ്ങളുടെ നഫ്സുകൾക്ക് വേണ്ടി നിങ്ങൾക്ക് പലതും മുൻകൂട്ടി ചെയ്യാൻ വേണ്ടിയാണ്. തിന്മകൾ ചെയ്യാതെ, തെറ്റുകൾ ചെയ്യാതെ, കുറ്റങ്ങളിലേക്ക് പോകാതെ, കുറ്റകരമായ ഒരു നോട്ടത്തിലേക്ക് പോലും പോകാതെ, നമ്മുടെ ഇണമതി എന്ന് പറയുന്ന അങ്ങനെ ആ ഒരു തൃപ്തിയിൽ നമ്മൾ പൂർണ്ണമായും നമ്മുടെ പരലോകത്തേക്ക് വേണ്ടത് നമ്മൾ സമ്പാദിച്ചു വെക്കുന്നതിന് വേണ്ടി അല്ലാഹു തആല സംവിധാനിച്ച ഒരു സംവിധാനമാണിത്. വത്തഖുല്ലാഹ്, എപ്പോഴും അല്ലാഹുവിനെ സൂക്ഷിക്കുക. വഅലമു അന്നകും മുലാഖൂഹ്, അവനെ കണ്ടുമുട്ടണമെന്ന ഓർമ്മ എപ്പോഴും നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക. എന്നിട്ട് ഖുർആൻ ആയത്ത് അവസാനിപ്പിച്ചു വബശ്ശിരിൽ മുഅ്മിനീൻ, വിശ്വാസികളായിട്ടുള്ള ആളുകൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുക. അപ്പൊ വിശ്വാസത്തോടു കൂടി ഒരു ദാമ്പത്യ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു പുരുഷനാകട്ടെ, ഒരു സ്ത്രീ ആകട്ടെ, അല്ലെങ്കിൽ ഒരു കുടുംബം ആലോചിക്കുന്നതാകട്ടെ, അവിടെ അസ്ഥിവാരം ഇടേണ്ടത് തഖ്വയ്ക്കാണ്. അതുപോലെ തന്നെ റബ്ബിനെ കണ്ടുമുട്ടുന്ന ഒരു ദിവസത്തെ കുറിച്ചുള്ള ഓർമ്മയ്ക്കാണ്. അതുപോലെ ആ ദിവസത്തേക്ക് വേണ്ടിയുള്ള സമ്പാദ്യങ്ങൾ ഉണ്ടാക്കാൻ തന്നെ സഹായിക്കുന്നവനായിരിക്കണം എന്ന പരസ്പരം വഖദ്ദിമൂലിഅൻഫുസിക്കും, നിങ്ങളുടെ നഫ്സിന് വേണ്ടി മുൻകൂട്ടി ചെയ്യേണ്ട കർമ്മങ്ങൾ ചെയ്യാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന അവസ്ഥയിലേക്കായിരിക്കണം. ആ വിശ്വാസത്തോടു കൂടിയാണ് തീർച്ചയായും ഒരു ദാമ്പത്യ ജീവിതത്തിന്റെ അസ്ഥിവാരമിടേണ്ടത് എന്ന കൃത്യമായ കാഴ്ചപ്പാട് പഠിപ്പിച്ച ഒരു മതത്തിന്റെ അനുയായികളാകുന്ന നമ്മൾ ഭൗതികമായ വിഭവങ്ങളുടെ പുറകെ ഓടാൻ പാടില്ല, ഭൗതികമായ സ്ഥാനമാനങ്ങളുടെ പുറകെ ഓടാൻ പാടില്ല, ഭൗതികമായ അധികാരങ്ങളുടെ പുറകെ ഓടാൻ പാടില്ല, ഭൗതികമായ പേരിന്റെയും പ്രശസ്തിയുടെയും പുറകെ പോകാൻ പാടില്ല. പോകേണ്ടത് ദീനിന്റെ പുറകെ ആയിരിക്കണം. ദീനായിരിക്കണം നമ്മളെപ്പോഴും മുൻപന്തിയിൽ നിൽക്കേണ്ടത്, ദീനിനായിരിക്കണം പ്രാമുഖ്യം കൊടുക്കുന്നത്, ദീനനുസരിച്ചിട്ടുള്ളവരായിരിക്കണം എപ്പോഴും നമ്മൾ മുൻഗണന കൊടുക്കേണ്ടത് എന്ന അടിസ്ഥാനപരമായ സംഗതി നമ്മൾ ഓർത്തിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഓരോരുത്തരുടെയും കുടുംബജീവിതം നമുക്കറിയാം. എവിടെ നിന്ന് നമ്മൾ തുടങ്ങി, എങ്ങനെ തുടങ്ങി? അതൊരു ജാഹിലിയ്യത്തിന്റെ കാലഘട്ടമായിരുന്നോ? ഒരു ഇസ്ലാമികമായ കാലഘട്ടമായിരുന്നോ? അതല്ല ഇപ്പോൾ നമ്മൾ എങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു? ഇനി നമ്മളൊക്കെ മക്കൾക്ക് വേണ്ടി പെണ്ണന്വേഷിക്കുന്നിടത്തും പുതിയാപ്പട തിരയുന്നിടത്തും ഒക്കെ ആണെങ്കിൽ അവിടെയെങ്കിലും ഒരു പശ്ചാത്താപത്തിന്റെ മനസ്സ് നമുക്ക് ഉണ്ടാകുന്നത് നല്ലതാണ്. അതുപോലും ഇല്ലാതെ ഞാൻ അങ്ങനെ ജാഹിലിയ്യത്തിലാണ് കെട്ടിയത്, അതുകൊണ്ട് എനിക്കതൊന്നും നോക്കാൻ പറ്റിയില്ല, ഞാൻ അങ്ങനെ എൻ്റെ ഒരു വിവരമില്ലാത്ത കാലഘട്ടത്തിലാണ് നടന്നത്, അതുകൊണ്ട് എനിക്കതിനെ കുറിച്ചൊന്നും അറിയാനും പറ്റിയിട്ടില്ല, അന്വേഷിക്കാനും പറ്റിയിട്ടില്ല എന്ന് പറയുമ്പോഴും അല്ലാഹു തആല നമ്മളിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നു, നമ്മുടെ കൽബിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നു. നിനക്കൊരു പശ്ചാത്താപ ബോധമുണ്ടോ?
നിന്നാൽ അന്വേഷിക്കപ്പെടുന്ന, നിന്നാൽ ആലോചിക്കപ്പെടുന്ന, നിന്നാൽ തെരഞ്ഞെടുക്കപ്പെടുന്ന നിന്റെ മക്കളുടെ വിഷയത്തിൽ നിന്റെ മാനസികമായ തലം എവിടെയാണ് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ ഓരോരുത്തരെയും നോക്കിക്കൊണ്ടിരിക്കുന്നു എന്ന ഒരു ഓർമ്മയെങ്കിലും നമുക്കുണ്ടാകുന്നത് നല്ലതാണ്. ആ ഒരു ഓർമ്മയോടുകൂടി ശരിയായ ഇസ്ലാമിക മൂല്യങ്ങൾക്കനുസരിച്ച് ഏറ്റവും മഹത്തായ, ഏറ്റവും നല്ല ഒരു അസ്ഥിവാരമിടുന്ന ഒരു തറയായി തീരണം നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബത്തിന്റെ അസ്ഥിവാരം അഥവാ ഇണയ തെരഞ്ഞെടുപ്പ് എന്ന് സൂചിപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെ അതിന്റെ ശരിയാവണ്ണം ഏറ്റവും നല്ല രൂപത്തിൽ മനസ്സിലാക്കി തദനുസൃതമായി പ്രവർത്തിക്കുവാനുള്ള എല്ലാ ത്വാക്കത്തും എല്ലാ തൗഫീഖും നൽകി നമ്മളെ എല്ലാവരെയും അല്ലാഹു തആല പ്രത്യേകമായി അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله الذي أنعم علينا بالإيمان وهدانا إلى دين الإسلام. اللهم صل وسلم على نبينا محمد وعلى آله وصحبه وسلم. أما بعد أوصيكم وإياي أولا بنفسي بتقوى الله. സ്നേഹാദരവുകൾ നിറഞ്ഞ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഒരിക്കൽ കൂടി അല്ലാഹുവിൻ്റെ കൽപ്പനകൾ, അവന്റെ നിയമനിർദ്ദേശങ്ങളും ശരിയാവണ്ണം പാലിച്ചുകൊണ്ട് യഥാർത്ഥ മുത്തക്കികളായി ജീവിക്കുകയും യഥാർത്ഥ മുഅ്മിനീകളായി, മുസ്ലിങ്ങളായി മരണപ്പെടാനുള്ള പരിശ്രമം എപ്പോഴും കൈക്കൊള്ളണമെന്ന് ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. വിശുദ്ധ ഖുർആനിന്റെ ഒരു ചോദ്യമുണ്ട്. അവലാ യറൗന അന്നഹും യുഫ്തിനൂന ഫീ കുല്ലി ആമിൻ മറത്തൻ ഔ മറത്തൈനി സുമ്മ ലാ യതൂബൂന വലാ ഹും യദ്ദക്കറൂൻ. 9-ാമത്തെ അധ്യായം സൂറ അത്തൗബ, അതിന്റെ 126-ാമത്തെ വചനം. അവലാ യറൗന, മനുഷ്യരാശിക്ക് കണ്ടുകൂടെയോ? എന്താണ് കണ്ടുകൂടാത്തത്? അവർക്ക് എന്താണ് കാണാൻ കഴിയുന്നത്? അന്നഹും യുഫ്തനൂന ഫീ കുല്ലി ആമിൻ, വർഷത്തിൽ ഒരു പ്രാവശ്യം അവർ പരീക്ഷിക്കപ്പെടുന്നുണ്ടല്ലോ. ഔ മറത്തൈനി, അല്ലെങ്കിൽ 2 പ്രാവശ്യം. വർഷത്തിൽ ഒരു പ്രാവശ്യമോ അല്ലെങ്കിൽ 2 പ്രാവശ്യമോ ദൈവീകമായ പരീക്ഷണങ്ങൾക്ക് അവർ വിധേയമാകുന്നുണ്ടല്ലോ. അതെന്താണ് അവർ ചിന്തിച്ച് മനസ്സിലാക്കാത്തത്? എന്നിട്ട് ഖുർആനിന്റെ ചോദ്യം, സുമ്മലായ തൂബൂന, എന്നിട്ടും അവർ പശ്ചാത്തപിക്കുന്നില്ലല്ലോ. വലാഹും യദ്ദക്കറൂൻ, അവർ കാര്യങ്ങളെ കുറിച്ച് ശരിയായ നിലയിൽ ഉറ്റാലോചിച്ച് മനസ്സിലാക്കുകയും ചെയ്യുന്നില്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്തിനെ കുറിച്ചായി പറഞ്ഞത്? വിശുദ്ധ ഖുർആനിന്റെ അവതരണാരംഭം മുതൽ ലോകത്ത് മനുഷ്യവർഗം താമസിക്കുന്ന ഇടങ്ങളിൽ ഇതുപോലെയുള്ള വ്യത്യസ്തങ്ങളായ പരീക്ഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് രോഗമായിരിക്കാം, പകർച്ചവ്യാധിയായിരിക്കാം, അത് പ്രകൃതി ദുരന്തങ്ങളായിരിക്കാം, അത് മറ്റ് പ്രയാസകരമായിട്ടുള്ള ഫിത്നകളായിരിക്കാം, പരീക്ഷണങ്ങളായിരിക്കാം. ഇത് അല്ലാഹുവിന്റെ ഒരു നടപടി ക്രമമായി ഉണ്ടാവുക തന്നെ ചെയ്യും എന്നല്ലേ, ഉണ്ടാവുക തന്നെ ചെയ്യും. അവിടെ നമുക്കെന്താ ബാധ്യത? നമുക്ക് പശ്ചാത്താപമാണ്, നമുക്ക് പശ്ചാത്താപമാണ്. ആ പശ്ചാത്താപത്തിന്റെ മനസ്സൊരുക്കാൻ ഈ പരീക്ഷണങ്ങൾ നമുക്ക് നിമിത്തമാകുന്നില്ല എങ്കിൽ ഞാൻ എന്നോട് പറയും, മേപ്പാടിയിൽ നടന്നത് അല്ലെങ്കിൽ ചൂരൽമലയിൽ നടന്നത് മറത്തനാണ് എങ്കിൽ മറത്തൈനി എന്റെ മേലെ നടക്കാനുള്ളത്. ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യം അല്ലെങ്കിൽ 2 പ്രാവശ്യം എന്ന് ഖുർആൻ പറഞ്ഞല്ലോ. ഈ വർഷത്തിൽ, ഈ 2024 വർഷത്തിൽ ഒരു പ്രാവശ്യം നടന്നത് വയനാടാണെങ്കിൽ അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് റബ്ബിലേക്ക് തിരിയാൻ, റബ്ബിലേക്ക് മടങ്ങാൻ, റബ്ബിനോട് പശ്ചാത്തപിക്കാൻ എനിക്കും നിങ്ങൾക്ക് സമയമില്ല എങ്കിൽ ഒരു പക്ഷേ 2ാമത്തെ മടക്കം, 2ാമത്തെ പ്രാവശ്യം അല്ലാഹു തആല അവന്റെ ഫിത്ന, അവന്റെ പരീക്ഷണം ഇറക്കാൻ എന്നെയും നിങ്ങളെയുമായിരിക്കും ഒരു പക്ഷേ തെരഞ്ഞെടുക്കുന്നത്. അപ്പൊ എന്തിനു വേണ്ടിയാണ് ഇതെല്ലാം? ഇതെല്ലാം വിശ്വാസികൾക്ക് കാരുണ്യമാണ് പ്രിയപ്പെട്ടവരെ. ആര് സോഷ്യൽ മീഡിയയിൽ ദൈവം ക്രൂരനാണ് എന്ന് എഴുതിയാലും, ആരെല്ലാം എന്തെല്ലാം ജൽപ്പിച്ചാലും ശരി, ദൈവികമായ തീരുമാനത്തിന്റെ ഹിക്മത്ത് മനസ്സിലാക്കാനുള്ള ബുദ്ധി എനിക്കും നിങ്ങൾക്കില്ല എന്ന് മാത്രമേ പറയാൻ പറ്റൂ.
അവൻ അങ്ങേയറ്റം കാരുണ്യവാനാണ്. അവന്റെ അടിയാറുകളോട് അവൻ കരുണ ചെയ്ത് അല്ലാഹു തആല അവൻ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് മാത്രമാണ് ഇതുപോലെയുള്ള എല്ലാം. എന്നാൽ വിശ്വാസികളല്ലാത്തവർക്കോ, അവിശ്വാസികളായിട്ടുള്ള ആളുകൾക്കോ, ധിക്കാരികളായിട്ടുള്ള ആളുകൾക്കോ, താന്തോന്നികളായിട്ടുള്ള ആളുകൾക്കോ അവരുടെ മേൽ അല്ലാഹുവിന്റെ ശിക്ഷയായി അല്ലാഹു തആല വർഷിക്കുന്നതാണ് ഇത് എന്നതും കൃത്യമായി നമ്മൾ തിരിച്ചറിയുക. ഇനി രണ്ടാമത്, അല്ലാഹു തആല ഒരു ഗ്രാമത്തെ അല്ലെങ്കിൽ ഒരു പ്രദേശത്തെ അല്ലെങ്കിൽ ഒരു രാജ്യത്തെ നശിപ്പിക്കും. എന്തുകൊണ്ടാ? അല്ലാഹ് പറയുന്നുണ്ട്, ഇത് അർദിന അൻ നുഹ്ലിക അമർനാ മുത്രഫീഹ. ഒരു ഗ്രാമം എങ്ങാനും അല്ലാഹു തആല നശിപ്പിക്കാൻ തീരുമാനിച്ചാൽ, ഉദ്ദേശിച്ചാൽ, അമർനാ മുത്രഫീഹ, ആ ഗ്രാമവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അതിന്റെ ചുറ്റുപാടുമുള്ള ആളുകൾക്ക് അല്ലാഹു തആല ധാരാളമായ വർധനവ് നൽകും എന്നാണ് ഒരർത്ഥം. ഗൾഫിലൊക്കെ പോയിട്ട് ഭൗതികമായ ജീവിതത്തിന്റെ വർധനവുകൾ ഇങ്ങനെ കിട്ടുമ്പോ മുത്തറഫീഹ, അവരതിലെ ആഡംബരപ്രിയരാകും, സുഖലോലുപന്മാരാകും, സുഖിയന്മാരാകും. അപ്പൊ അല്ലാഹു തആല ആ ഒരു ഗ്രാമത്തെ നശിപ്പിക്കാൻ വേണ്ടി തീരുമാനിക്കും. ആയിട്ടുണ്ടോ? നിങ്ങൾ ആലോചിച്ചു. ഞാൻ പറയും മേപ്പാടിക്കാരായിട്ടുണ്ടോ എന്നല്ല, നമ്മളായിട്ടുണ്ടോ? അല്ലാഹ് ഒരു ഗ്രാമത്തെ നശിപ്പിക്കാൻ തീരുമാനിച്ചാൽ അവർക്ക് അല്ലാഹു തആല ധാരാളമായി വിഭവങ്ങൾ നൽകിക്കൊണ്ടിരിക്കും. ആ വിഭവങ്ങൾ ഇങ്ങനെ കിട്ടുമ്പോ അവരിങ്ങനെ അങ്ങേയറ്റം മുത്തറഫീഹ എന്ന് പറഞ്ഞാൽ സുഖിയന്മാരായി അവർ ജീവിക്കും. എന്നിട്ടോ തീർച്ചയായും കഴിഞ്ഞില്ല, അവരാ സുഖലോലുപതയിൽ അവരങ്ങേയറ്റം ആറാടി തോന്നിയവാസ ജീവിതങ്ങളിൽ മുഴുകും, തെമ്മാടിച്ച ജീവിതങ്ങളിൽ മുഴുകും. അവരങ്ങേയറ്റം അധാർമികമായ ജീവിതങ്ങളിൽ മുഴുകും. നിങ്ങൾ ആലോചിച്ച് നോക്ക്. കാർമികത്വം വഹിക്കാൻ പുരോഹിതന്മാരെ കിട്ടും, മൊയ്ലിയാമാരെ കിട്ടും, പണ്ഡിതന്മാരെ കിട്ടും, മൗലവിമാരെ കിട്ടും, അല്ലെ? എല്ലാ നിക്കാഹിന്റെ സദസ്സിലും നമുക്ക് ആര് വേണം? നമുക്ക് കാർമികത്വം വഹിക്കാൻ പുരോഹിതം വേണം, മൊയ്ലിയാർ വേണം, മൗലവി വേണം. എന്നാൽ അവിടെ നടക്കുന്നതോ അവിടെ നടക്കുന്നതോ ആഡംബരപ്രിയരായിട്ടുള്ള ഒരു കൂട്ടരുടെ തോന്നിയവാസമാണ്. അല്ലാഹ് പറയണേ, തീർച്ചയായും അവർക്ക് നാം ഇങ്ങനെ ഭൗതിക ജീവിതത്തിന്റെ വർധനവ് നൽകിയിട്ട് അവർ അതിൽ അറുമാന്തിച്ച് അതിലിങ്ങനെ ആറാടി അവർ നിൽക്കുന്ന സമയത്ത് അള്ളാഹുവിന്റെ ശിക്ഷയുടെ വാക്ക് സ്ഥിരപ്പെട്ടു വരും. ഖുർആൻ ആയത്ത് അവസാനിപ്പിച്ചത് അങ്ങനെയാണ്. 17-ാമത്തെ അധ്യായം സൂറ ഇസ്റാ അതിന്റെ 16-ാമത്തെ വചനം. അല്ലാഹ് തകിടി പൊടിയാക്കി കളയും. അല്ലാഹ് കിടന്നിടത്ത് അവരുടെ വീടിന്റെ ഒരു അംശം പോലും ഇല്ലാതാക്കും. അങ്ങനെ ഒരു ജനസമൂഹം വസിച്ചിരുന്നതിന് പോലും തെളിവില്ലാത്ത പോലെ അല്ലാഹു തആല അവരെ തകർത്തെറിഞ്ഞു കളയും. ഇതാണ് പ്രിയപ്പെട്ടവരെ ഒരു സമൂഹത്തിൽ അള്ളാഹുവിന്റെ ശിക്ഷ വരാനുള്ള കാരണമായി, അള്ളാഹുവിന്റെ പരീക്ഷണം വരാനുള്ള കാരണമായി അള്ളാഹു തആല ബോധ്യപ്പെടുത്തുന്നത്. ഞാനും നിങ്ങളും വയനാടുകാരുടെ ശിക്ഷ ഇറങ്ങാനുള്ള ഒരു നിമിത്തമായി എന്റെയും നിങ്ങളുടെയും ജീവിതത്തിന്റെ നിലപാടുകൾ മാറിയിട്ടുണ്ടോ എന്ന് ആലോചിക്കുന്നത് നല്ലതാണ്. സുഖിയന്മാരായി ഞാനും നിങ്ങൾ മാറിയിട്ടുണ്ടോ എന്ന് ആലോചിക്കാം. സുഖലോലുപതയിലാണ് ഞാനും നിങ്ങൾ ജീവിക്കുന്നതെന്ന് ആലോചിക്കാം. ആഡംബരം എന്ന് പറയുന്നത് നമ്മുടെ മുഖമുദ്രയാണ് എന്ന് ആലോചിക്കാം. ഒരു വിശ്വാസിക്ക് പറ്റില്ലല്ലോ. രണ്ടാമത് പറഞ്ഞത് ഫാമർനാ മുത്തറഫീഹ എന്ന് പറഞ്ഞാല് അവർ അമീറന്മാരാക്കും എന്നാണ്, അവർ നേതാക്കന്മാരാക്കും. അതെ, അതിനെ കൊടി പിടിക്കാൻ പറ്റിയ നേതാക്കന്മാരാക്കിയിട്ട് അവർ സുഖിയന്മാരായി മാറുന്ന ഒരു അവസ്ഥയിലേക്ക് അവർ മാറും എന്നാണ് അല്ലാഹു തആല പറഞ്ഞ ആയത്തിന്റെ അർത്ഥമായി വ്യാഖ്യാനിച്ചുകൊണ്ട് മുഫസ്സിറുകൾ പറഞ്ഞത്. മൂന്നാമത് പറഞ്ഞത് നാം അവരിലേക്ക് കൽപ്പനയിടും. ഫഅമർനാ, നാം കൽപ്പന കൊടുക്കും മുത്തറഫീഹ, ആ സമൂഹത്തിലുള്ള ആഡംബരപ്രിയരായിട്ടുള്ള ആളുകളോട് അങ്ങേയറ്റത്തെ തോന്നിവാസ ജീവിതം നയിച്ചോ എന്ന് നാം കൽപ്പനയിടും. അതനുസരിച്ച് അവർ ജീവിക്കും, അതനുസരിച്ച് അള്ളാഹുവിന്റെ ശിക്ഷ വരികയും ചെയ്യും എന്ന് പറയുന്ന 3 തലങ്ങളെ വെച്ചുകൊണ്ട് ആ ആയത്തിന്റെ വിശദീകരണങ്ങളും വിവരണങ്ങളും നമുക്ക് വായിക്കാൻ കഴിയും. 3 ഇന്ന് ഈ സമൂഹത്തിലുണ്ട്, അല്ലെ? ജീവിതത്തിന്റെ വിഭവങ്ങൾക്ക് വർധനവ് കിട്ടുമ്പോൾ സുഖിയന്മാരായി അങ്ങേയറ്റം തോന്നിവാസങ്ങളിലായി ജീവിക്കുന്ന ഒരു സമൂഹമായി നമ്മൾ മാറിയിട്ടുണ്ട്. നമ്മളുടെ നേതാക്കന്മാരാകുന്ന ആളുകൾ, അമീറന്മാരാകുന്ന ആളുകൾ എന്നുള്ളതാണ്. ഞങ്ങളിൽപ്പെട്ട അമീറന്മാരാകുന്ന നേതാക്കന്മാരാകുന്ന ആളുകൾ സുഖിയന്മാരായി മാറും.
100,000 കഷ്ണങ്ങളായിട്ട് സംഘടനയെ പിളർത്തും. എന്തിനാ? എനിക്ക് അമീറാണ്. എന്റെ നേതൃസ്ഥാനം പോയാൽ ഞാൻ പിന്നെ രണ്ടാമതൊരു കക്ഷി ഉണ്ടാക്കണം, മൂന്നാമതൊരു കക്ഷി ഉണ്ടാക്കണം, നാലാമതൊരു കക്ഷി ഉണ്ടാക്കണം. അങ്ങനെ എന്റെ തോന്നിയവാസങ്ങൾക്കനുസരിച്ച് അങ്ങനെ അമീറന്മാരും മാറുന്ന ഒരു കാലഘട്ടത്തിലേക്ക് അള്ളാഹുവിന്റെ കൽപ്പന വരുന്നത് പോലെ അള്ളാഹു അവർക്ക് കൽപ്പന കൊടുക്കും. അവരിലുള്ള സുഖലോൽപന്മാരായിട്ടുള്ള ആളുകളോട് തോന്നിയവാസ ജീവിതങ്ങളിൽ മുഴുകിക്കൊള്ളാൻ വേണ്ടി അവർ മുഴുകുകയും ചെയ്യും. അള്ളാഹുവിന്റെ ശിക്ഷ വരികയും ചെയ്യും. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, പലയിടങ്ങളിലും നടക്കുന്ന ഇതുപോലത്തെ പരീക്ഷണങ്ങൾക്ക് അവർ നിരപരാധികളായിരിക്കും. അങ്ങനെ ഒരു ശിക്ഷ വന്നിറങ്ങാൻ കാരണക്കാരായത് നമ്മൾ പലരുമാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാകേണ്ട മൂല്യങ്ങള്, നമുക്കുണ്ടാകേണ്ട സൂക്ഷ്മതകള്, നമുക്കുണ്ടാകേണ്ട ലാളിത്യം, നമുക്കുണ്ടാകേണ്ട ലളിതമായ ജീവിതം, അതൊക്കെ നമ്മൾ വിസ്മരിച്ചും നമ്മളതൊക്കെ താറുമാറാക്കിയും അങ്ങനെ ജീവിക്കുന്നത് കൊണ്ട് അല്ലാഹു തആല നമ്മുടെ മുന്നിലേക്ക് ഓരോരോ പരീക്ഷണങ്ങൾ ഇട്ട് തന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്നു. ഇതുപോലെ ഒരു പിടുത്തം നീയും കിടന്നുറങ്ങുന്ന രാത്രിയിലോ നീയും കളിച്ചു രസിച്ചു കൊണ്ടിരിക്കുന്ന പകലിലോ ഏതെങ്കിലുമൊക്കെ സമയത്ത് വരും എന്ന് അല്ലാഹു തആല നമുക്ക് താക്കീത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ഇപ്പോ കേരളത്തിൽ ഇത്രയും വലിയൊരു ദുരന്തം ഉണ്ടായപ്പോൾ പലരും വിസ്മരിച്ചു പോയ വലിയ ഒരു വാർത്തയാണ് അല്ലെ, ഇസ്മായിൽ ഹനിയയുടെ രക്തസാക്ഷിത്വവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, ഖുദ്സുമായി ബന്ധപ്പെട്ട്, ഫലസ്തീനിന്റെ കൊച്ചുമക്കളുമായി ബന്ധപ്പെട്ട് ഓരോരുത്തരുടെയും മനസ്സിന്റെ നിയ്യത്തുകൾ അറിയുന്നവൻ റബ്ബാണ്. അത് റബ്ബിലേക്ക് തന്നെ വിടാനേ നമുക്ക് നിർവാഹമുള്ളൂ, അതിന് മാത്രമേ നമുക്ക് ബാധ്യതയുള്ളൂ. പക്ഷേ അവർ പൊരുതുന്നതും അവർ പ്രവർത്തിക്കുന്നതും അവർ അങ്ങേയറ്റം പരിശ്രമിക്കുന്നതും ഖുദ്സുമായി ബന്ധപ്പെട്ട ആ വിശുദ്ധ ഭൂമിയുമായി ബന്ധപ്പെട്ടതും ആ വിശുദ്ധ ഭൂമിയിലെ കൊച്ചു മക്കൾക്ക് വേണ്ടിയുമാണല്ലോ. അല്ലാഹു തആല പൂർണ്ണമായും അവരെ ഏറ്റെടുക്കുമാറാകട്ടെ. എല്ലാ നിലയിലും അല്ലാഹു തആല ആ സമൂഹത്തെ എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു മോചിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. ശാന്തിയും സമാധാനവും അല്ലാഹു തആല ഇറക്കുമാറാകട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നമുക്ക് വേണ്ടപ്പെട്ട ഒരുപാട് ആളുകൾ വസിക്കുന്ന ഒരു ഭൂമിയാണ് മേപ്പാടി എന്ന് പറയുന്നത്. എൻ്റെ കൂടെ പഠിച്ച സുഹൃത്തുക്കൾ വരെ ആ മേപ്പാടിയിലുണ്ട്. അതിൻ്റെ ചുറ്റുവട്ടത്താണ് പ്രിയപ്പെട്ടവരെ ഇത്രയും വലിയ ഒരു പരീക്ഷണം അല്ലാഹുവിൻ്റെത് വന്നിറങ്ങിയത്. എല്ലാവർക്കും എല്ലാവിധ ആശ്വാസവും അല്ലാഹു തആല പ്രദാനം ചെയ്യുമാറാകട്ടെ. എല്ലാവർക്കും ഒരു അഭയകേന്ദ്രം അല്ലാഹു തആല തുറന്നു കൊടുക്കുമാറാകട്ടെ. നമ്മളെല്ലാവരും തുറന്നു കൊടുക്കുന്നതിനേക്കാൾ വലിയ ഒരു അഭയം അല്ലാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് അവർക്ക് അല്ലാഹു തആല വർഷിക്കുമാറാകട്ടെ. ഇതുപോലെയുള്ള പരീക്ഷണങ്ങളെ തൊട്ട് അല്ലാഹു തആല നമ്മളെ കാക്കുമാറാകട്ടെ. അവന്റെ ദീനിനെ മുറുകെ പിടിക്കുന്നവരാകാൻ, അവന്റെ ദീനനുസരിച്ച് കൊണ്ട് പ്രവർത്തിക്കുന്നവരാകാൻ, അങ്ങനെ അല്ലാഹുവിന്റെ കാരുണ്യത്തിന് വിധേയരാകുന്ന യഥാർത്ഥ സന്തുഷ്ടന്മാരായ സന്തോഷവാന്മാരായ വിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ അല്ലാഹു തആല നമ്മളെ എവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അവന്റെ ദീനിന് നിരക്കാത്ത, അവന്റെ ദീൻ നിരോധിച്ച, അവന്റെ ദീൻ ഗൗരവമായി കണ്ട എല്ലാവിധ തിന്മകളിൽ നിന്നും പൂർണ്ണമായും വിട്ടു നിൽക്കാനുള്ള തൗഫീഖും അല്ലാഹു തആല പ്രദാനം ചെയ്യുമാറാകട്ടെ. പ്രത്യേകിച്ച് ശിർക്കിയായ വിശ്വാസങ്ങളിൽ നിന്ന് ഒരു സമൂഹത്തിന് ശിക്ഷ ഇറക്കപ്പെടുന്നതിൽ ഏറ്റവും സുപ്രധാനമായ ഒരു കാരണം ശിർക്ക് ആ സമൂഹത്തിൽ വ്യാപകമാകുക എന്നതാണ് ഇത് ഖുർആൻ പറയുന്നുണ്ട്. അങ്ങനത്തെ ശിർക്കിയായ വിശ്വാസങ്ങൾ വരുന്നതിനെ തൊട്ട് എപ്പോഴും നമുക്ക് കരുതലുണ്ടാകാൻ, അങ്ങനെ യഥാർത്ഥമായ പടച്ച റബ്ബിൽ ഉണ്ടാകേണ്ട വിശ്വാസം അതിൻ്റെ മുറപ്രകാരം ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹുവുമായി ചേർന്ന് നിന്ന്, അവൻ്റെ ദീനുമായി ചേർന്ന് നിന്ന്, അവൻ്റെ പ്രവാചകന്റെ ചര്യകളെ എപ്പോഴും ഹയാത്താക്കി അങ്ങനെ ഏറ്റവും നല്ല സഹായത്തിന് ഉടമകളായി തീരുവാനും, നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ സ്വീകരിക്കപ്പെടാൻ അള്ളാഹുവിൻ്റെ അരികിൽ അർഹതയുള്ളവരായി തീരുവാനുമുള്ള തൗഫീഖ് അല്ലാഹു തആല എന്നും നമുക്ക് നിലനിർത്തി തരുമാറാകട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ അല്ലാഹു തആല പ്രത്യേകമായി അനുഗ്രഹിക്കുമാറാകട്ടെ. മഗ്ഫിറത്തും മർഹമത്തും നമുക്ക് എല്ലാവർക്കും അല്ലാഹു തആല പ്രദാനം ചെയ്യുമാറാകട്ടെ. മരണപ്പെട്ടു പോയവർക്കും മരണപ്പെട്ടവരുടെ കുടുംബാദികൾക്കും അതുപോലെ തന്നെ ബാക്കിയായവർക്കും ഒക്കെ അല്ലാഹു തആല എല്ലാവിധ അഭയവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഇന്നാ നതവക്കലു അലാ കുല്ലി ഹാലിനാ വഅലാ കുല്ലി ഉമൂരിനാ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് അലൈക തവക്കൽനാ വഇലൈക നുനീബ്. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അദ്ഖിൽനൽ ജന്നത യാ റബ്ബൽ ആലമീൻ. اللهم تقبل دعاءنا وأعمالنا منا إنك أنت السميع العليم. ربنا وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب